ഗൈസ്, അങ്ങനെ ഞങ്ങള് ഹണിമൂൺ ട്രിപ്പ് പോവാണ് 2 ആഴ്ചക്ക് ശേഷം. 2 അല്ല 3 ആഴ്ചക്ക് ശേഷം. എവിടേക്കാണ് ഹണിമൂണ്? അല്ല, വയനാട്. ആരും പോവാത്ത സ്ഥലം, ഫ്രഷ് വയനാട്ടിലേക്ക് പോവാണ്. എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഫാമിലി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങള് വയനാട് പോവാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ എത്തി അറിയോ? വട്ടപ്പാറ വയഡക്റ്റ് എത്തി. ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ റൈഡ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ലല്ലോ. ചേട്ടൻ എന്താ പറയാനുള്ള ഈ ഒരു അവസരത്തിൽ? നമ്മുടെ റോഡൊക്കെ എങ്ങനെയുണ്ട്? ഏത് മൂഡ്? വയനാട് മൂഡ്. അതല്ല, റോഡ് സൂപ്പർ. പക്ഷെ യുഎയുടെ അത്ര പോരാ. സ്ഥിരം ഡയലോഗ്. ഇവിടെ എത്തിക്കഴിഞ്ഞാല് ദുബായിനെ പറ്റി ഇങ്ങനെ പറയും. പക്ഷെ കുഴപ്പമില്ല, ലാൻഡ്സ്കേപ്പ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ അടിപൊളി. അതൊക്കെ പറയുമ്പോഴേക്കും റോഡ് കഴിഞ്ഞു. പണി നടക്കുന്നേ ഉള്ളു, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉറക്കം വന്നിട്ട് വയ്യ. അങ്ങനെതാ തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ പെരുമ്പലാവുന്ന അങ്ങനെ ഇപ്പൊ കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കഴിക്കാട്ടോ ഏതൊരു ഹോട്ടല്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം ആള് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ചിക്കൻ ചില്ലി, ഫ്രൈഡ് റൈസ്, ബിരിയാണി. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതാ താമരശ്ശേരി ചുരത്തിലേക്ക് എൻ്റർ ചെയ്തേക്കാണ്. ഉറക്കം വരണ്ട? അയ്യോ വേണ്ട, വേണ്ട. മായാവി, the real superhero. മായാവി. Born to rule the world. താമരശ്ശേരി ചുരം. അങ്ങനെ ചുരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്തേക്കും. അതന്നെ, പ്രവേശിച്ചിരിക്കുകയായിരുന്നു. ഉറക്കം വന്ന് കണ്ണിൻ്റെ വെള്ളം വരാൻ തുടങ്ങി. ഞാൻ അതിൻ്റെ ഇടയിലൊരു ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി. എനിക്ക് എന്തേലും തിന്നണം. എന്തെങ്കിലും ഫ്രൂട്ട്സോ ഉപ്പിലിട്ടതോ അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ തളിപ്പുഴയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയത് കോട മഞ്ഞിൻ. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് എത്തിയിരിക്കും. മേടിച്ചു. നല്ല മണം വരുന്നുണ്ടെങ്കിൽ തിന്നാൻ തോന്നുന്നുണ്ട്. മുളേരി പായസം പോരൂട്ടാ. മുളേരി പായസം ഞാൻ ആദ്യമായിട്ടാ മുളേരി പായസം കുടിക്കണ. ടേസ്റ്റ് ഉണ്ടാണോ? ഗോതമ്പ് പായസം പോലുണ്ട്. രസമുണ്ട്. ചെറുപയർ പരിപ്പ്. വെള്ളം നല്ല ചൂടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടെന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചേക്കാം കേട്ടോ. വരുന്നുണ്ട്.
കിട്ടിയാ എന്തോ ഒമാൻ ചോക്ലേറ്റ് പീനട്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാനാ? നിനക്ക് തന്നാ ഇതെന്താടത്? തേനിലിട്ട നെല്ലിക്ക, ഒമാനിലെ എന്തൊക്കെയോ നോക്കട്ടെ. പീനട്ട്. ഗൈസ്, അങ്ങനെ ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ് ദഹൈം. Ingredients is also available here. Campfire ഇവിടെയാണ്. 7:30 തൊട്ട് campfire start ചെയ്യും. ട്രക്കിങ്ങിന് നമ്മൾ ഇത്ര ഇറങ്ങി അങ്ങോട്ട് വരണല്ലേ? ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല, കയറാനാ ബുദ്ധിമുട്ട്. കയറുന്ന ടൈമും വണ്ടി റിസപ്ഷനിൽ വിളിച്ചാൽ മതി, അവർ വണ്ടി റൂം എവിടെയാണ് വരുന്നത്? മേളിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഹൈറ്റ് അതുപോലെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ടാകും. റൂമിൽ ഡെലിവറി ആ റൂം ഡെലിവറി അവൈലബിൾ ആണ്. സ്വിമ്മിംഗ് പൂൾ അവിടെ തന്നെയാണ്. ജസ്റ്റ് 7 to 7 ടൈമിംഗ് വരുന്നത്. മോർണിംഗ് 7 to ഈവനിങ് 7. ഹൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ, ടവൽ ആർട്ട്, ടീ ടേസ്റ്റിംഗ് എല്ലാം ഉണ്ട്. അത് റെസ്റ്റോറൻറ്റിലാണ് വരുന്നത്. എന്തിയാ പ്ലേസ്? അങ്ങനെ നമ്മൾ റൂമിൻ്റെ അടുക്ക് എത്താം കേട്ടോ. നമ്മുടെ റൂം നമ്പർ 126. കബോർഡ് ഇതിൻ്റെ സൈഡിലാണ് വരുന്നത്. ബാഗൊക്കെ അവിടെ കീപ്പ് ചെയ്യാം. ഇൻഡർകോം അവൈലബിൾ ആണ്. 9 റിസപ്ഷനിൽ നമ്പർ വരും. 222 റെസ്റ്റോറൻറ്റ് നമ്പർ വരും കേട്ടോ. അതുപോലെ മിനി ബാർ ഐറ്റംസ്, പിസ്ത കാഷ്യൂ ഐറ്റംസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചാർജബിൾ ആണ്, ചാർജ് കാർഡ് ആയിട്ടുണ്ട്. പിന്നെ കാഷ്യൂസ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. പുറത്ത് വിൻഡോ ബാൽക്കണി കുറച്ച് നമുക്ക് മൈൻഡ് ചെയ്യാം. ഓ, ഇവിടെ നല്ല ഗ്ലാസ് ഉണ്ട്. അവിടെ ഗ്ലാസ് ഉണ്ടല്ല, ഗ്ലാസ് ഉണ്ട്. കമോൺ, തുറക്ക്. അങ്ങനെ ആക്കാൻ പറ്റില്ല. പൊളിക്കുവോ? മുകളിലുണ്ട്. ഇതിലെന്തായാലും ഒരു ബ്ലാക്കിഷ് കളറ്, എന്തോ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ഇതാണ് നമ്മുടെ വ്യൂ. ഓൾറെഡി പെയ്ഡാണ് കേട്ടോ. വെള്ളോ? അപ്പോൾ നമ്മുടെ വയനാട് ദഹൈവിലുള്ള ഒരു, ഇവിടെ 3 ടൈപ്പിലാണ് റൂം വരുന്നത്. ഒന്ന് ഫുഡ് കോട്ടേജ്, പിന്നെ വൈൽഡ് കോട്ടേജ്, പിന്നെ ഹണിമൂൺ പാക്കേജ്. ഹണിമൂൺ പാക്കേജ് ഒരു 11,000 രൂപ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. സംഭവം ഹണിമൂൺ ട്രിപ്പ് ആണെങ്കിലും അത്രയും എക്സ്പെൻസ് ആവേണ്ട വിചാരിച്ചു. അതിൽ പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റേറ്റ് കണ്ടതോട് കൂടിയിട്ട് നമ്മൾ വുഡ് കോട്ടേജിന് 5,500, വൈൽഡ് കോട്ടേജിന് 6,000. അപ്പം അതിൻ്റെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റൂമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള അടിപൊളി. ബെഡൊക്കെ നല്ല സൂപ്പർ ബെഡ്, നല്ല രസത്തിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ ബാൽക്കണിയിൽ, ബാൽക്കണി
അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ ഇപ്പം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ടോയ്ലറ്റിൻ്റെ ഭംഗി എന്ത് രസമാണെന്നറിയോ. ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സെറ്റപ്പ് ബാത്റൂം ഉള്ളത് ഗ്ലാസ്സാണ് കേട്ടോ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഓ, വെയിറ്റ് നോക്കാനുള്ള മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. വെയിറ്റ് നോക്കി നോക്കാം. ഞാൻ കൂടുതലും എൻ്റെ ഓർമ്മയിൽ ഒരു 58 ആയിരുന്നു. പിന്നെ അതിനിടയിൽ ഒറ്റയടിക്ക് വെയിറ്റ് അങ്ങ് കൂടിയിട്ട് 68, 70 ആ റേഞ്ചിലായി. ഏകദേശം ഒരു 10 കിലോൻ്റെ ഉണ്ടായി ഞാനൊരു 3-4 മാസത്തിനുള്ളിൽ. ഒരു 70, 71 പിന്നെ കല്യാണമൊക്കെ അടുപ്പിച്ച് 68 കഴിഞ്ഞായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ കല്യാണം കഴിഞ്ഞ് വെറും 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തൂക്കി, വീട്ടിൽ പോയി തൂക്കി നോക്കിയപ്പോൾ 72 ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കി നോക്കട്ടെ ഏട്ടാ. ഏകദേശം 71, 72 കറക്റ്റ് തന്നെയാണ്. എന്തായാലും UAE പോയിട്ടൊരു 60ൻ്റെ ചോട ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രണോനെ കൂടി ഒന്ന് തൂക്കി നോക്കിയേക്കാം. പ്രണോ ഇവിടെ വന്നേ, ഇവിടെ വന്നേ. വെയിറ്റ് ഇവിടെ എത്രണ്ട്? 85 അല്ല, അതിൽ തോന്നില്ലേ? ഞാൻ എത്ര ഉണ്ട് അറിയോ? ഞാൻ 72. അന്ന് നോക്കിയാ എൻ്റെ വീട്ടിൽ നോക്കിയ. അങ്ങനെ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട് സാലഡ്, സാൻഡ്വിച്ച്, ഫ്രഞ്ച് ഫ്രൈസ്. നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങണം. ഇപ്പം ഏകദേശം 9:22. അതൊക്കെ അതിൽ കിട്ടൂട്ടാ. അപ്പൊ കാല് പോയി ഉറപ്പാ. അമ്മേ, ഇപ്പൊ നമ്മൾ നടന്ന ടോപ്പിലെത്തി. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്, സ്വിമ്മിങ് പൂൾ, പിന്നെന്താ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അവിടെ നിങ്ങൾ നടന്നു വന്നപ്പോഴത്തേനും കിതച്ചു പോയി. അയ്യോ, ഈ സ്വിമ്മിങ് പൂളൊക്കെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ഉള്ളൂ കേട്ടോ. അതാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഒറ്റ സാധനം. അങ്ങനെ എണീറ്റു, മേക്കപ്പൊക്കെ ഇട്ടു. രാവിലെ കോഫി ഉണ്ടാക്കി, ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് 10 മണിക്ക് നമുക്ക് 10 മണിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. പോവാം പോവാം. കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു വന്നിട്ട് പാക്ക് ചെയ്യാം. 11 മണിക്ക് ചെക്കൗട്ട് ആവുകയും വേണം. നമ്മൾ കാലത്ത് എണീറ്റപ്പോൾ വിൻഡോസൊക്കെ ഇങ്ങനെ കർട്ടനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ. ഇന്നലെ രാത്രി നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 9:50 10 മണിക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും.
പക്ഷെ കയറ്റം ഓടാൻ വയ്യ. എന്തൊക്കെയുണ്ട്? ഇഡ്ഡലി ചട്നിയൊക്കെ ഉണ്ട്. അയ്യോ കിതച്ചിട്ട് വയ്യ. എനിക്ക് വേണ്ട, ഇഡ്ഡലി വേണ്ട. സാമ്പാർ, നല്ല ചൂട് സാമ്പാർ പിടിക്കണ. എന്താ പൊട്ടാറ്റോ? ഞാൻ എന്തായാലും 2 എടുക്കട്ടെ. പൂരി ഉണ്ടായിരുന്നു, നമ്മൾ ലേറ്റ് ആയിട്ട് പൂരി കഴിഞ്ഞു. ബാജി ഇരിക്കുന്നുണ്ട്, പക്ഷെ പൂരി ഇല്ലാതെ എന്തിനാ ബാജി. പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്. ഇതെന്താ? പഴം റോസ്റ്റ്. ആ എനിക്ക് വേണം. എന്താ? സോസേജ് എനിക്ക് വേണ്ട. എനിക്ക് ഒരു ബോയിൽഡ് എഗ്ഗ്. എന്താ ഉപ്പ് വെച്ചിരിക്കണ്? ഉപ്പ് വെച്ചിട്ടാ പുഴുങ്ങിയിരിക്കണ്. നേരം പോലെ ഇരിക്കാനായിരിക്കും അല്ലേ? വേണ്ട വേണ്ട, ഇനി വേണ്ട. ഈ പ്ലേറ്റിൽ വെക്കാൻ സ്ഥലമില്ല. ഇവിടെ നമുക്ക് ഓക്കെ വെജ് സാലഡ് ഉണ്ട്, പിന്നെ സ്വീറ്റ് ഉണ്ട്. ഞാൻ എന്തായാലും വെജ് സാലഡാണ് എടുക്കുന്നത്. ഇവിടെ ടീ കോഫി ഉണ്ട്. എനിക്ക് കോഫി മതി. ഇവിടെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ ഹോട്ട് മിൽക്കിൽ നമ്മളിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് വരാം. ആ എനിക്ക് വേണമായിരുന്നു. എവിടെ ഇരുന്നിരുന്നേ? ഒരു മഴയൊക്കെ അങ്ങനെ നൈസായിരിക്കും. ഞാൻ അത്രേ എടുത്തുള്ളൂ. ഇത് മറ്റേ പറക്കുന്ന എളികയിൽ ബസ് പോലെ ഉണ്ട്. സോ ഗൈസ്, നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ നമ്മൾ കാണുന്ന ഭംഗി വീഡിയോയിലില്ല. എഡിറ്റ് ചെയ്തിട്ടേ വയനാട് പോണവരൊന്നും ഇങ്ങനൊന്നും കണ്ടിട്ടില്ല ഞാൻ. ഇല്ലല്ലോ. ഏതാ റോഡ് അറിയോ? ഏത് റോഡെന്ന് അറിയില്ല. നമ്മളിങ്ങനെ വയനാട്ടിൽ ഏതോ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ബസ് വരുന്നുണ്ട്. വാവ്, പുൽപ്പള്ളി ബത്തേരി. മിക്കവാറും പുൽപ്പള്ളി ബത്തേരി റോഡായിരിക്കും. കൊള്ളാം. നൈസ്. ഇത് രസം കാണാൻ. ഭയങ്കര വൈകിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞു പോന്നിട്ട് കഴിക്കാം. മതി മതി മതി. ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ഊണ് ഓർഡർ ചെയ്തു. ഗൈസ്, നമ്മൾ എവിടേക്ക് പോകണം? കുറുവ ദ്വീപിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് അങ്ങനെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഇതൊരു ഷോർട്ടായിട്ടുള്ള വഴിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ആകെ 2 വണ്ടി നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളൂ. ആ അപ്പം 3 വണ്ടി.
കൊള്ളാം, വഴികളൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പാടില്ല, പാർക്ക് ചെയ്യാൻ പാടില്ല, അതൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. ദ്വീപ് റൈറ്റോ കൊള്ളാല്ലേ, നീല ആകാശം, പച്ച മരങ്ങൾ. ഇവിടെ ആൾക്കാർ, അത് ആദിവാസികളാണ്. ഒരു പശുവിനെ നോക്കാൻ വന്നിട്ട് നല്ല രസമുണ്ടല്ലോ കാണാന്. ഫോണിൽ നീ നോക്കി നോക്ക്. ഒരു വണ്ടിക്ക് പോകണ സ്ഥലമുള്ളൂ കേട്ടാ. ഏതെങ്കിലും വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി കൊടുക്കേണ്ടി വരും. കൊള്ളാം, സൂപ്പർ വഴി, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ ഫൈനലി കുറുവാദ്വീപിൽ എത്തിയേക്കാണ്. മൂത്രയ്ക്കല്ല, കൊള്ളാം. നല്ല വെയില്. ഗൈസ്, ഫൈനലി നമ്മളിവിടെ കുറുവാദ്വീപിലെത്തി. ചെങ്ങാടത്തിൽ കയറിയേക്കാണ്. ഇത്രയും ഇതൊക്കെ ഉണ്ടായത് കേൾക്കണോ? എന്താണ്, എന്തുണ്ടായി? എന്താ ഒരു സാധനം ഉണ്ടായി? നമ്മളിതിങ്ങനെ പിടിച്ച് പോവുള്ളൂ. നടന്നോ? ഒരു ഫോട്ടോ എടുത്തോളൂ. എന്താ പറയാ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വഴി വന്നിരിക്കുക, ആ വഴി കൂടെ ഇങ്ങനെ പോവുക, അതന്നെ. പിന്നെ കണ്ടിട്ടാ തോന്നുന്നു, പിന്നെ കണ്ടിട്ടാ തോന്നുന്നു യക്ഷി ഒറിജിനലിന്. ആനക്കൊണ്ട സിനിമയില്, ഇത് അനാക്കൊണ്ടല്ലേ സിനിമയിലൊക്കെ ഉള്ള പോലത്തെ ഏരിയകൾ. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറസ് ഏരിയ എന്നൊക്കെ, ഡേഞ്ചറസ് സോൺ എന്നൊക്കെ. കുറച്ചപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് മുതലുള്ളതിനാൽ പുഴയിലേക്കുള്ള എൻട്രി നിരോധിച്ചിരിക്കുന്നു എന്ന്. സോ കൊള്ളാം. ഇതൊരു ദ്വീപല്ലേ, അപ്പൊ ഇതിന്റെ ചുറ്റോറം ഈ പുഴയായിരിക്കും അല്ലേ? ഒക്കെ എടുത്തിട്ടുണ്ട്. പോർട്രേറ്റോ? ഇതൊക്കെ എവിടെയെങ്കിലും ഇടുവോ? ശരി. ആര് കാപ്പാത്തോ? എന്താ നടന്നിട്ട് തീരണില്ല, അത് കൊറേ ഉണ്ട്. ഓ, ഏത് മരം സീന്. ഈ വീഡിയോയിൽ അത്ര വിസിബിൾ ആണ് ചേട്ടാ. നമ്മൾ അത്രയും നടന്നു വന്നിട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ.
കൊള്ളാം. സാധനം ഉണ്ടത്രേ. അപ്പുറത്ത് കൂടെ പോയ വണ്ടിക്കാര് പറഞ്ഞു ഇരുവെണ്ണന്നൊക്കെ നമുക്ക് പോയി നോക്കിയാലോ. പോയി നോക്കണ. ഇത് ഇവരോട് ചോദിച്ചു നോക്കിയോക്ക്. ആ ബൈക്കാരെ വരുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കിയോക്ക്. നിർത്താൻ പറയും. ആന ഉണ്ടോ ചോദിച്ചു നോക്കിയോക്ക്. അവിടെ നിർത്താൻ പറയും. നിർത്താൻ ആനയുണ്ടോ അവിടെ? അല്ല, അപ്പൊ അങ്ങോട്ട് പോയ വണ്ടിക്കാര് പറഞ്ഞു റോട്ടിൽ ആന ഇറങ്ങിയിട്ട് ഇല്ല അല്ലേ? ഓക്കെ, താങ്ക്സ്. അപ്പൊ അവരോട് ചോദിക്കുന്നായിരുന്നു ലെഫ്റ്റ് ആയിരുന്നോ റൈറ്റ് ആണോ? 20 ആനേ ചുമ്മാ പറഞ്ഞായിരിക്കും. അതവിടെ എന്താ നിർത്തിയിട്ടിരിക്കുന്ന? അവിടെ കുറെ ആൾക്കാർ ചുമ്മാ പറഞ്ഞായിരിക്കും. ആ, ചെലപ്പോ ഇടത് ഭാഗത്തായിരിക്കോ? അവിടെയാണ്. അത് പശുവാണ്, ആനല്ല. ദൂരെ നിന്നാണെങ്കിലും കാണണം എന്നുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ഓട്ടോ വരുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കി നോക്ക്. അയാളിപ്പോ ഇത് കൂടെ പോവും. കാണാൻ പറ്റപ്പെടുത്ത അവര് നമ്മളെ പറ്റിച്ചാ തോന്നുന്നു. നമ്മൾ 2-3 വണ്ടിക്കാരോട് ചോദിച്ചപ്പോ അവരാരും ആനേനെ അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നമുക്ക് വേറെ റൂട്ട് പിടിച്ച് പോവാം. അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ. ആനേനെ കിട്ടില്ല, പക്ഷെ എന്നിട്ട് നായ പോണം. ആക്സിഡന്റ് ഈ റൂട്ടിലായിരിക്കും ചിലപ്പോ ആന. ആനനെ കണ്ടില്ലത്, കുറച്ച് പശുവിനെ കാണിച്ചതാന്നൊക്കെ. ഇതായിരിക്കും പറഞ്ഞ ആന 10 രൂപയാണ്. എന്നാലും അവര് നമ്മളെ പറ്റിച്ചടാ. എനിക്ക് 20 എന്നൊക്കെ ആവും പറയുമ്പോഴത്തേനും. 4-5 എണ്ണത്തിനാണ് ഏൽപ്പിച്ചതാ. കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ മുന്നിൽ പോയി ചാടും. ആ റോഡിനല്ലേ ചോദിച്ചേ? ഈ റോഡിനായിരുന്നെങ്കിൽ അപ്പോ കാണുമായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ വഴിയൊക്കെ. ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എവിടെ? ആ ചാണകാണ്, ആനപ്പിണ്ടല്ല. റോട്ടിലൊന്നും കാണുന്നില്ല, കുറച്ച് ദൂരം കണ്ടാ മതി. വണ്ടിയുടെ മുന്നിൽ വന്ന് നിന്നാലും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ എവിടെയും കാണാനൊന്നുമില്ല. ഇതാ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ മിക്കവാറും ഇത് കൂടെ ആയിരിക്കും പോയിണ്ടാവുക. പോയിണ്ടാവും. എന്തായാലും ആനേനൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. സുഖുവേട്ടൻ്റെ ചായക്കട, ചേകാടിയോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഇവിടെ സൈഡിലൊക്കെ അങ്ങനെ പാടൊക്കെ ആയിട്ട്, 2 സൈഡും പാടാണ്. രസമുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് പോലെ അല്ലേ? ഇവിടെയും പാടം, ഇവിടെയും പാടം. ഏകദേശം നമ്മൾ എത്താനായിട്ടാ. അവിടെയാണ്, അതാ തോന്നുന്നു. കുറച്ചധികം പേര് നിൽക്കുന്നുണ്ട് ചായ കുടിക്കാനൊക്കെ. ഓക്കെ, താങ്ക് യു. നമ്മൾ എത്തിയിട്ടാ. നമ്മൾ കൊല്ലങ്കോട് പോയപ്പോൾ ചെല്ലപ്പൻ ചേട്ടൻ്റെ കട പോലെ വെച്ച ചായക്കട. ഏത് ഭാഷ? പരിപ്പ് വട, ചായ എന്ന നാടകത്തിന് ശേഷം പഴംപൊരി, ബീഫ്. കൊള്ളാമോ? കൊള്ളാം.